എല്ലാവർക്കും നമസ്തേ. നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പ്രതിപാദിച്ചത് ഒരു മാതൃക കുടുംബ സങ്കല്പത്തെക്കുറിച്ചായിരുന്നു. ഇന്ന് നമ്മൾ പ്രതിപാദിക്കുന്നത് ഒരു വീടിൻ്റെ പൂർണ്ണ ഉത്തരവാദിത്വം, അതായത് ഒരു വീട്ടിലെ പരമാധികാരി ആരാണ്? സ്വാഭാവികമായും എല്ലാവരും പറയാറുണ്ട് ഗൃഹനാഥനാണ്. യഥാർത്ഥത്തിൽ ഗൃഹനാഥനല്ല വീടിൻ്റെ പരമാധികാരി, വീട്ടമ്മയാണ്. അതുകൊണ്ടാണ് നമ്മുടെ ധർമ്മശാസ്ത്രങ്ങൾ പറയുന്നത് സാ ഗൃഹം ഗൃഹമുച്യതാം ഗൃഹിണി നിവസതേ യഥ. ഒരു വീടാകണമെങ്കിൽ ആ വീട്ടിൽ ഒരു വീട്ടമ്മയുണ്ടാവണം. ആ വീട്ടമ്മ തൻ്റെ കർത്തവ്യകർമ്മം യഥാവിധി നിർവഹിക്കുകയും ചെയ്യണം. ഇതനുസരിച്ച് വേണം ജീവിക്കുവാൻ. ആ വീട്ടമ്മ തൻ്റെ കർത്തവ്യകർമ്മം യഥാവിധി അനുഷ്ഠിക്കണം. ഒട്ടേറെ കർത്തവ്യകർമ്മങ്ങളുണ്ട്. അത് ആ വീടിൻ്റെ നിലനിൽപ്പിന് ആധാരം നമ്മുടെ വീട്ടമ്മയാണ്. ആ വീട്ടമ്മ ചെയ്യേണ്ട കർമ്മപദ്ധതികൾ നമ്മുടെ ആചാര്യന്മാർ പറയുന്നത് ഒരു വീട്ടമ്മ 3 പേരുടെ ഉപാസകയാണ്. ഒന്ന് നമ്മുടെ ദേവന്മാരുടെ, 2 ആചാര്യന്മാരുടെ, 3 പിതൃക്കളുടെ. ഇങ്ങനെ ശരിയായ തലത്തിൽ ഉപാസനയോടുകൂടി തൻ്റെ കർത്തവ്യകർമ്മ നിഷ്ഠതയിൽ ജീവിക്കുന്ന വീട്ടമ്മയാണ് ഒരു വീടിൻ്റെ വിളക്ക്, ഐശ്വര്യം. അത് എല്ലാ വീട്ടമ്മമാരും ശ്രദ്ധിക്കേണ്ടതാണെന്ന് അറിയിക്കുകയാണ്. എല്ലാവർക്കും നമസ്തേ.